എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മമ്മൂക്ക ചിത്രം കളങ്കാവലിന് എ സർട്ടിഫിക്കറ്റോ? മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി പുതുമുഖ സംവിധായകനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന കളങ്കാവൽ റിലീസിനൊരുങ്ങുകയാണ്. ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റാണ് ലഭിച്ചെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇത് തീർത്തും അടിസ്ഥാനരഹിതമാണ്. ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 40,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ സ്വന്തം മമ്മൂക്ക കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന കളങ്കാവൽ സിനിമയുടെ സെൻസറിംഗ് ഇതുവരെ പൂർത്തിയായിട്ടില്ല. ചിത്രത്തിൽ വയലൻസ് കൂടുതൽ ആണെങ്കിലും സെൻസറിംഗ് പൂർത്തിയാകാത്തത് കൊണ്ട് എ സർട്ടിഫിക്കറ്റ് ആണോ ലഭിക്കുകയെന്ന് പറയാനായിട്ടില്ല. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമ രംഗങ്ങൾ സിനിമയിൽ ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ റിപ്പോർട്ടുകൾ വന്നതുകൊണ്ട് തന്നെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചിത്രം കാണാൻ സാധിക്കില്ല. ആ ഒരു സാഹചര്യമാണെങ്കിൽ സെൻസറിംഗിൽ എ സർട്ടിഫിക്കറ്റ് ചിത്രത്തിന് ലഭിക്കുകയും ചെയ്യും. കളങ്കാവലിൽ മമ്മൂക്ക വില്ലൻ വേഷമാണ് അവതരിപ്പിക്കുന്നത്. വിനായകനാണ് ചിത്രത്തിൽ നായകനായി എത്തുന്നത്. സൈക്കോപാത്തായ ഒരു സീരിയൽ കില്ലർ വേഷമാണ് മമ്മൂട്ടിക്ക്. ദക്ഷിണേന്ത്യയിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച കുറ്റവാളിയായ സൈനൈഡ് മോഹനന്റെ കഥയാണ് സിനിമയുടെ ഉള്ളടക്കമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. 20ഓളം സ്ത്രീകളെ വിവാഹ വാഗ്ദാനം നൽകി സൈനൈഡ് നൽകി കൊലപ്പെടുത്തി ആഭരണങ്ങളും കവർന്ന് കുപ്രസിദ്ധനായ ആളായ സൈനൈഡ് മോഹനൻ ആ ഒരു കഥാപാത്രമായി മമ്മൂക്ക മാറുമ്പോൾ ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് മമ്മൂക്കയുടെ കഥാപാത്രത്തിന്റെ ഭാവമാറ്റങ്ങൾ അറിയാൻ വേണ്ടി മമ്മൂക്ക ആരാധകരും സിനിമാ പ്രേമികളും കാത്തിരിക്കുന്നത്. അതിനിടയിൽ ചിത്രത്തിന്റെ ടീസർ പുറത്തു വരാൻ പോകുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ വരുന്ന ആഴ്ചയിൽ തന്നെ കളങ്കാവൽ എന്ന സിനിമയുടെ ഒഫീഷ്യൽ ടീസർ പുറത്തു വരുമെന്ന് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ വരുന്ന മെയ് മാസം അവസാനത്തോടെ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിക്കാനാണ് അണിയറ പ്രവർത്തകർ പ്ലാൻ ചെയ്യുന്നത്. വലിയ പ്രൊമോഷനൊന്നും ഇല്ലാതെ തന്നെയായിരിക്കും ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. എന്തായാലും ചിത്രത്തിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റുമായി കാണാം.